ശരിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രവർത്തിക്കേണ്ടത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ചിട്ടാണ്. അതായത് സ്രോതസ്സില്ലാത്ത പണം കൈക്കൂലി വാങ്ങിച്ചും അഴിമതി നടത്തിയും ഒക്കെ ഉണ്ടാക്കുന്ന പണത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തേണ്ട ഏറ്റവും സുപ്രധാനമായ ഏജൻസിയാണ്. പക്ഷെ അവർ കുറെ നാളുകളായി ചെയ്യുന്നത് രാഷ്ട്രീയ കേസുകൾ മാത്രമാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രതിയോഗികളെ കേസിൽപ്പെടുത്തി അവരെ പീഡിപ്പിക്കാനും അവരെ രാഷ്ട്രീയമായി തേജോവധം ചെയ്യാനുള്ള ഒരു ഏജൻസി ആയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ 1% കേസ് പോലും തെളിയിക്കപ്പെടാറില്ല. കാരണം അവരുടെ ഉദ്ദേശം നടക്കും. ഒരാളെ അപകീർത്തിപ്പെടുത്തും, ഒരാളെ അപമാനിക്കാം, അഴിമതിക്കാരനായി ചിത്രീകരിക്കാം. ഇപ്പൊ വേലി തന്നെ കളവ് തിന്നുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത്. ED തന്നെ ഒരുപാട് പേർക്ക് നോട്ടീസ് അയച്ച് അവരെ ഏജന്റുമാർ മുഖേന ഇടനിലക്കാർ മുഖേന ബന്ധപ്പെട്ട് വലിയ കോടിക്കണക്കിന് രൂപ കൊടുത്ത് കേസുകളെല്ലാം സെറ്റിൽ ചെയ്യാണ്. അപ്പൊ എന്തിനാണ് ED? രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യാനും അവരെ ബുദ്ധിമുട്ടിക്കാനും വേണ്ടി മാത്രമുള്ള ഒരു ഏജൻസിയായി ED മാറിയിരിക്കുകയാണ്. EDയുടെ യഥാർത്ഥ പർപ്പസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന പർപ്പസ് അവരൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഉണ്ടാക്കുന്ന പണത്തിന്റെ ആളുകൾക്ക് നോട്ടീസ് അയച്ച് അവരെ വരുത്തി കൊത്തിച്ച്, അങ്ങനെയാണല്ലോ പറയുന്നത്, ഇടനിലക്കാർ വഴി വരുത്തി കൊത്തിച്ച് അവരിൽ നിന്ന് പണം ഈടാക്കി കേസ് അവർക്ക് അനുകൂലമാക്കി മാറ്റി കൊടുക്കും. രാജ്യവ്യാപകമായി EDയെ കുറിച്ച് അങ്ങനെ ഒരു പരാതിയുണ്ട്. ഞാൻ എല്ലാ ഉദ്യോഗസ്ഥന്മാരും അഴിമതിക്കാരാണെന്നൊന്നും പറയുന്നില്ല. വലിയൊരു ശതമാനം അതിന്റെ അകത്ത് നല്ല അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും കരുവന്നൂർ കുറ്റപത്രം പോലും നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ എല്ലാവരും പറഞ്ഞില്ലേ തെരഞ്ഞെടുപ്പ് കാലത്ത് ED പിടിമുറുക്കി. ED ഞാനെന്ന് പറഞ്ഞു ED ഒരു പിടിയും മുറുക്കിയിട്ടില്ല. ED CPM നേതാക്കന്മാരുടെ കരുത്തിലാണ് മുറുക്കിയത്. അവരെ കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്യിപ്പിച്ചില്ല. കാരണം BJPയോട് ജയിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ED അന്ന് ഒരു പൊളിറ്റിക്കൽ ഏജന്റ് ആയിട്ടാണ് അവിടെ അന്ന് വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര മാസമായി? 10-11 മാസമായില്ലേ ഇലക്ഷൻ കഴിഞ്ഞിട്ട്, ഇല്ലേ? എന്നിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് ഈ ഒരു കൊല്ലത്തിനുള്ളിൽ എന്തെങ്കിലും കരുവന്നൂർ കേസിലുണ്ടായി? തീർച്ചയായിട്ടും വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന കേസാണ് കരുവന്നൂർ കേസിലുള്ളത്. അതല്ല ഞാൻ പറഞ്ഞത്, അവിടെ അവരെ സെറ്റിൽ ചെയ്യാണ്. കരുവന്നൂർ കേസ് വലിയ കേസല്ലേ, 400-500 കോടി രൂപയുടെ കള്ളപ്പണം, ഭയങ്കരമായ കേസല്ലേ. എന്ത് ചെയ്തു ED? എത്ര നാളായി ED അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്? അവിടെ CPM ആയിട്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? എന്തായാലും അന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ വേട്ടയാടൽ ഉണ്ടായിട്ടില്ലല്ലോ, അവർക്കെതിരെ ഉണ്ടായിട്ടില്ലല്ലോ, LDFനെതിരെ ഉണ്ടായിട്ടില്ലല്ലോ. എവിടെ ഉണ്ടായിക്കണേ? സ്വർണ്ണ കള്ളക്കടത്ത് കേസ് എവിടെ പോയി? സെറ്റിൽ ചെയ്തില്ല. LDFനെതിരായിട്ട് ഏത് കേസാണ്, ഏത് കേന്ദ്ര ഏജൻസിയാണ് LDFനെതിരായിട്ട്, മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഏത് കേസാണ് അന്വേഷിക്കുന്നത്? അന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. എല്ലാം സെറ്റിൽ ചെയ്തു. കൊടകര കുഴൽപ്പണ കേസും കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച കേസും സെറ്റിൽ ചെയ്തു. CPM BJP നെക്സസ് ഉണ്ട്. അവർ തമ്മിലുള്ള ധാരണയെ പുറത്ത് ഈ കേസുകളെല്ലാം സെറ്റിൽ ചെയ്തു. പിന്നെ CPM അവരെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞാൽ ഏത് ഏജൻസിയാണ് അവരെ വേട്ടയാടുന്നത്? അത് രാഷ്ട്രീയ കേസല്ലല്ലോ, പൊളിറ്റിക്കൽ കേസല്ല. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ഇൻകം ടാക്സ് ട്രൈബ്യൂണലിൽ വന്ന ഒരു കേസാണ്. ആ കേസ് ഇപ്പോഴും SFI അന്വേഷിക്കുന്നുള്ളൂ. SFI അങ്ങനെ ഒരു പവർഫുൾ ഏജൻസി അല്ല അന്വേഷിക്കാനുള്ളത്. സത്യത്തിൽ അത് ED CBI ഒക്കെ അന്വേഷിക്കേണ്ട കേസ് അന്വേഷിക്കുന്നില്ലല്ലോ. അവർ തമ്മിൽ ധാരണയാണ്. ഈ കേസ് അന്വേഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് SFIയിലേക്ക് വന്നത്. അത് രാഷ്ട്രീയാരോപണത്തിന്റെ പുറത്ത് വന്ന കേസല്ല. അത് കോൺഗ്രസോ BJPയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ മുഖ്യമന്ത്രിക്കെതിരായോ മുഖ്യമന്ത്രിക്ക് മകൾക്കെതിരായോ ഉന്നയിച്ച ഒരു രാഷ്ട്രീയാരോപണമല്ലല്ലോ. അതൊരു ഒറിജിനൽ കേസ് ഇങ്ങനെ വന്നതല്ലേ, അല്ലേ? കേസ് വേറൊരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇൻകം ടാക്സ് ട്രൈബ്യൂണലിൽ വന്നൊരു കേസാണ്. അതിന് രാഷ്ട്രീയമായി ആരോപിച്ചിട്ട് കാര്യമില്ല. മാത്രമല്ല അതൊന്നും ചെയ്തിട്ടില്ലല്ലോ. അത് തന്നെ കണ്ടുപിടിച്ചിട്ട് എത്ര നാളായി? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ CPMനെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. ഒരു വേട്ടയാടലും ഇല്ല. അല്ല, അത് പരാതി വന്നു കഴിഞ്ഞാൽ വിജിലൻസിന് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? പരാതി കൊടുത്തിട്ടല്ലേ. വിജിലൻസിന് ആളുകൾ എങ്ങനെ പരാതി കൊടുക്കണം? അവരെ ഭീഷണിപ്പെടുത്തി പൈസ മേടിക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു പരാതി കൊടുത്തല്ലേ, ഒരു പരാതിയുടെ പുറത്തല്ലേ അന്വേഷിക്കുന്നത്. അന്വേഷിക്കട്ടെ. നിങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അവസാനം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മാത്രം അകത്ത് പോയി, ഇല്ലേ? ബാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആളുകളും, ബാക്കിയുള്ള യഥാർത്ഥ പ്രതികളൊക്കെ എവിടെ പോയി? അപ്പൊ അതെല്ലാം സെറ്റിൽ ചെയ്തു. നിങ്ങളോട് അതൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നത്. നിങ്ങൾ അതൊന്നും അല്ലല്ലോ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്തായിരുന്നു ഈ കേന്ദ്ര ഏജൻസികളുടെ ഓഫീസുകളിൽ നിന്ന് കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയിരുന്ന വിവരങ്ങൾ എന്തായിരുന്നു?
ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം ഇല്ലാതായി ഇല്ലേ? നിങ്ങൾക്കറിയാലോ നന്നായിട്ട്. കൊച്ചിയിലെ പത്രപ്രവർത്തകരല്ലേ നിങ്ങൾ. ഒരു സുപ്രഭാതത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നിലച്ചെന്നും എല്ലാം വാരി കെട്ടിപ്പൂട്ടി അവർ തിരിച്ചുപോയെന്നും ഏറ്റവും നന്നായിട്ട് അറിയാവുന്നവർ കൊച്ചിയിലെ മാധ്യമ പ്രവർത്തകരല്ലേ. നിങ്ങൾക്കറിയാലോ എപ്പോഴാണ് അന്വേഷണം അവസാനിച്ചത്? സെറ്റിൽമെന്റ് ഉണ്ടായപ്പോഴാണ് അന്വേഷണം അവസാനിച്ചത്. ഈ വിദേശ സംഘത്തിലേക്ക് പോകുന്ന ശശി തരൂരിന്റെ നിലപാട് ശരിയല്ല. അദ്ദേഹത്തിന്റെ നിലപാട് അത് കോൺഗ്രസ് പാർട്ടി ആണ് അതിന്റെ അഭിപ്രായം പറയേണ്ടത്. ദേശീയ തലത്തിൽ ശ്രീ ശശി തരൂർ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ താഴെ നിൽക്കുന്ന ആളുകളാണ്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന് വെച്ചാൽ വലിയ പദവിയാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് കമന്റ് പറയാനുള്ള ആളുകളല്ല ഞങ്ങളായി. അത് കേന്ദ്ര നേതൃത്വം അതിനകത്ത് അഭിപ്രായം പറയും. ആ അഭിപ്രായം എന്തായാലും അത് തന്നെയായിരിക്കും ഞങ്ങളുടെ അഭിപ്രായം. അല്ല, ഞാൻ അതിനെക്കുറിച്ച് കമന്റ് പറയാൻ യോഗ്യനായിട്ടുള്ള ആളല്ല. അല്ലല്ല, അങ്ങനെ പറയാൻ പാടില്ല. കോൺഗ്രസ് പാർട്ടിയല്ലേ, അത് അവർക്കല്ലേ അറിയുള്ളൂ. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനല്ലേ അറിയുള്ളൂ. ഞങ്ങൾക്ക് അറിയില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലായി. നിങ്ങൾക്ക് എല്ലാവരും അല്ല, കേരള രാഷ്ട്രീയത്തിലെ നിലപാടൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. എങ്ങനെ പ്രതിഫലിച്ചാലും അതൊക്കെ ഞങ്ങൾ നേരിട്ടോളാം. ഞാൻ പറഞ്ഞ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഒരു വിവാദമാണ്. കോൺഗ്രസ് പാർട്ടിയും കൂടി അതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പൊ കോൺഗ്രസ് പാർട്ടി ദേശീയ പാർട്ടിയല്ലേ ഞങ്ങളുടെ പാർട്ടി. അവരൊരു ഔദ്യോഗികമായ ഒരു അഭിപ്രായം പറയട്ടെ. അവരല്ലേ അഭിപ്രായം പറയട്ടെ. ഞങ്ങൾ കയറി അഭിപ്രായം പറയാമോ? എന്തൊരു അനൌചിത്യായിരിക്കും ഞാൻ കയറി അഭിപ്രായം പറഞ്ഞ. ഞാൻ അല്ല, അത് അദ്ദേഹം പറയട്ടെ. അത് പാർട്ടി പറയട്ടെ. അതിനുള്ള മറുപടി ഞങ്ങളല്ല പറയേണ്ടത്. പാർട്ടി പറഞ്ഞാൽ ഞങ്ങൾ പറയും. പാർട്ടി ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ദേശീയ പാർട്ടിയല്ലേ, മനസ്സിലായില്ലേ? അല്ലാതെ ചില പാർട്ടിയെ പോലെ ഇവിടെ ഇരുന്നിട്ട് ദേശീയ പാർട്ടിയെ നിയന്ത്രിക്കുന്ന സംവിധാനം അല്ലല്ലോ ഞങ്ങൾക്ക്. ഞങ്ങളല്ല കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ നിയന്ത്രിക്കുന്നത്. ദേശീയ നേതൃത്വമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്. അവർ പറയും. ഈ അദ്ദേഹത്തിന് ഒരു അതിർത്തിയില്ല. നിങ്ങൾ വെറുതെ എല്ലാ ദിവസവും ചെന്ന് ചോദിക്കുന്നതാണ്. നിങ്ങൾ എല്ലാ ദിവസവും ചെന്ന് എന്തെങ്കിലും ഒരു ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഏതെങ്കിലും ഒരു ഉത്തരം പറയണ്ടേ? അദ്ദേഹം വളരെ പാവവും സത്യസന്ധനുമായിട്ടുള്ള ഒരാളാണ്. നിങ്ങളുടെ ഈ ചോദ്യത്തിൽ ഞങ്ങളിപ്പോ എല്ലാ ദിവസവും സംസാരിക്കുന്നവരാ. നിങ്ങൾ ഈ ചോദ്യത്തിന്റെ കുരുക്കുണ്ടല്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, KPCC പ്രസിഡന്റിനെ മാറ്റുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ മാറ്റുന്ന പതിവുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അങ്ങനെ ആക്കുകയും വേണ്ട. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. നിങ്ങൾ അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. കൃത്യമായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് കാര്യത്തിലാണ് അവനെ മാറ്റേണ്ടതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. നിങ്ങളൊരു കാര്യം ചെയ്തത്, നിങ്ങൾ ഈ കോൺഗ്രസിന്റെ പുറകെ നടക്കണ്ട. നിങ്ങൾ ഈ കോൺഗ്രസിന്റെ പുറകെ നടക്കണതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ ഒരു ദിവസം പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. കോൺഗ്രസിന്റെ പുറകെ ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ. എത്ര കൊല്ലം ഈ രാജീവ് ചന്ദ്രശേഖർ ഈ BJP ചേർന്നിട്ട്? എത്ര കൊല്ലേ? നിങ്ങൾക്കറിയാം എത്ര കൊല്ലായിരുന്നു? അദ്ദേഹം ആദ്യം MP ആയത് എങ്ങനെയാണ്? രണ്ടാമത് MP ആയത് എങ്ങനെയാണ്? നിങ്ങൾ ആരും അന്വേഷിച്ചില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ? നിങ്ങളൊരു അന്തിച്ചർച്ച വെച്ചില്ലല്ലോ. രാത്രി ചർച്ച ഒന്നും വെച്ചില്ലല്ലോ. ഞാൻ അന്തിച്ചർച്ച കളിയാക്കി പറയല്ലോ. ഞാൻ പോയിരുന്ന ആളാണ്. രാത്രി ചർച്ചയ്ക്ക് നിങ്ങളത് വെച്ചില്ലല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ വെക്കായിരുന്നു? ചർച്ചയ്ക്ക് വെക്കായിരുന്നു. ഇവിടെ 30-40 കൊല്ലമായിട്ട് വെള്ളം കോരിയും വിറക് വെട്ടിയും നടക്കുന്ന BJP നേതാക്കന്മാരുണ്ടല്ലോ. അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇന്നാള് BJP ചേർന്ന ഒരാളെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയില്ലേ? അവിടെ ഒരു മലയാളിയാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നത്. അദ്ദേഹം ഇവിടുത്തെ ഒരു ബൂത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ടോ? BJPയുടെ ആയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ വന്നിട്ടുണ്ടോ? 5 കൊല്ലം കേന്ദ്രമന്ത്രിയായിരുന്നല്ലോ, മലയാളിയായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ കേരളത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും സഹായം കേരളത്തിൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അതൊന്നും ചർച്ച ചെയ്യില്ല. എന്നിട്ട് 1977 സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന 78 സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന സണ്ണി ജോസഫ് കേസുവിന് സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. DCC പ്രസിഡന്റായ 3ാമത്തെ ടൈം MLA ആയ ഞങ്ങളുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അംഗമായ ഞങ്ങളുടെ ഏറ്റവും സീനിയർ നേതാവ്. നിങ്ങൾ പറഞ്ഞില്ലല്ലോ കോൺഗ്രസ് ആദ്യമായിട്ട് മലയോരത്തു നിന്ന് വന്ന ഒരാളെ KPCCയുടെ പ്രസിഡന്റ് ആക്കിയെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ അതിന്റെ 50 കൊല്ലത്തിലെ അധികം 50-55 കൊല്ലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാള് KPCC പ്രസിഡന്റ് ആയപ്പോ അതിനെ ചെറുതാക്കാനുള്ള ചോദ്യങ്ങളായിട്ടാണ് നിങ്ങൾ നടക്കുന്നത്. നിങ്ങൾ ആ ചോദ്യം BJPയോട് ചോദിക്കുക, ഞങ്ങളോട് ചോദിക്കല്ലേ? അല്ലല്ല, നിങ്ങൾ ചോദിക്കാറില്ല. നിങ്ങൾ ഇങ്ങനെ കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ നിങ്ങളുടെ വിഷമം ഞാൻ പറയാം. നിങ്ങളുടെ വിഷമം ഞാനിത് വിമർശിക്കുമെന്നല്ല, നിങ്ങളെ പരിഭവം പറയാണ്. നിങ്ങളൊരു ദിവസം തീരുമാനിക്കും കോൺഗ്രസ് പ്രസിഡന്റിന്. ഞാനന്ന് കൈകൂപ്പി പറഞ്ഞത് ദേവി ഇത് അതിനെങ്കിലുള്ള അനുവാദം ഞങ്ങൾക്ക് തരാം. നിങ്ങളുടെ എല്ലാ ചാനലും അല്ല, ചില ചാനലിൽ രാവിലെ ഒരു പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും. എന്നിട്ട് ഉച്ചയാകുമ്പോൾ പറയും അയാളുടെ തൂക്കം കുറഞ്ഞെന്ന് പറയും, വേറൊരാളുടെ തൂക്കം കൂടിയെന്ന് പറയും. നിങ്ങൾ പരിഹാസ്യരാവും, നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോവും.
കോൺഗ്രസ് അവിടെ തന്നെ നിൽക്കും. നിങ്ങൾ എന്തെല്ലാമാണ് പറയുക, ബോംബ് വീഴുന്ന പോലെ ആവും, ഇവിടെ പൊട്ടിത്തെറിക്കും, കാർപ്പറ്റ് ബോംബിംഗ് ആയിരിക്കും. ഒന്നും ഉണ്ടായില്ല, വന്നപ്പോ നിങ്ങൾ തന്നെ ഞെട്ടിയല്ലോ. അങ്ങനെയാണല്ലോ. കേസുകാരൻ തന്നെ പറഞ്ഞതല്ലേ? ഒരാളും പറയില്ല. അത് നിങ്ങൾ ഓരോരുത്തർക്ക് പറയുകയാണ്. നിങ്ങൾ BJPയിലെ ഒരൊറ്റ നേതാവിന്റെ അല്ലല്ല, രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റ് ആക്കിയപ്പോ BJPയുടെ ഒരു നേതാവിന്റെ അതൃപ്തി നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലല്ലോ. നിങ്ങൾ ഒരാളുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് നിങ്ങൾ ചോദിച്ചില്ലല്ലോ നിങ്ങളുടെ അതൃപ്തി എന്താ. എത്ര പേർക്ക് അതൃപ്തിയുണ്ട് എനിക്കറിയാലോ. വെറുതെ എന്തിനാ കോൺഗ്രസിന്റെ പുറകെ നടക്കണേ എന്തിനാ? ഇപ്പോ ഈ സർക്കാരിനോട് ഒരു സ്നേഹം തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ കുറെ ആളുകൾക്ക്. അതെന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഒരു ദിവസം പറയാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുക. അപ്പൊ അത് കേട്ടു.